എല്ലാവർക്കും ഡിവൈൻ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഗ്രീൻ താരാമാവിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ മഹാവിദ്യയിൽ താരാദേവി ഉണ്ടെന്നുണ്ടെങ്കിലും ഗ്രീൻ താരാമ എന്നുള്ള ഒരു ദേവിയെ കൂടുതലും ബുദ്ധിസത്തിൽ ആണ് കൂടുതലും ദേവിനെ പ്രാർത്ഥിക്കാറ്, എസ്പെഷ്യലി ടിബറ്റൻ ട്രഡീഷൻസിലൊക്കെ. ഗ്രീൻ താരാമ എന്നറിയപ്പെടുന്നത് ഗോഡസ് ഓഫ് കമ്പാഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്നേഹവും പെട്ടെന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ റെസ്പോണ്ട് ചെയ്യുന്ന ദേവി. അമ്മമാരെപ്പോഴും അങ്ങനെയാണ് അല്ലേ? നമ്മൾ എന്താ പറയുക, അച്ഛന്മാരെ കേട്ടില്ല എന്നുണ്ടെങ്കിൽ അമ്മമാരോട് പോയി കാര്യം സാധിക്കുക എന്ന് പറയുന്ന പോലെ വേഗം നമ്മുടെ പ്രാർത്ഥനകൾ അമ്മ കേൾക്കും. അതുപോലെ ഗ്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹീലിംഗ് പവറാണ്. ആ ഒരു ഹാർട്ട് ചക്ര, ആ ഒരു കമ്പാഷൻ, സ്നേഹം. ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹമാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്നേഹം റിസീവ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഉള്ള ഒരു കമ്പാഷനേറ്റ് വരുന്ന നമ്മുടെ ആ ഒരു ഹാർട്ടിൽ നിന്നാണ് അല്ലേ? അപ്പോൾ ആ ഗ്രീൻ എന്ന് പറയുന്നത് ആ ഒരു ഹീലിംഗ് എനർജിയാണ്. അമ്മയുടെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു എസെൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, എന്തെങ്കിലും ഫിയർ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. ആ ഒരു ഡിവൈൻ ഫെമിനൈൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, ആ ഒരു സ്ട്രെങ്ത് നൽകുക. ഭയങ്കര മിറക്കിൾ ഹീലിംഗ് ആയിട്ട് അമ്മയുടെ പ്രെയർ ചൊല്ലിയവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. മിറക്കിൾസ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുക, മിറക്കുലർ ആ ഒരു ഹീലിംഗ് പവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി പ്രത്യേകിച്ച് നമ്മുടെ കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ആയാലും മിറക്കിൾസ് സംഭവിക്കും. കൂടുതലും ഹീലിങ്ങിൻ്റെ കാര്യങ്ങൾക്ക്. പിന്നെ ഒരു അമ്മയെ പോലെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മുടെ ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലും ഒരു കറക്റ്റ് ഗൈഡൻസ്, നമുക്കൊരു സ്റ്റക്കായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മ നമ്മളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും. കൂടുതലും ആ ഒരു മോക്ഷത്തിൽ നിന്ന് നമ്മളെ, ആ ഒരു സഫറിങ്ങിൽ നിന്നിട്ട് നമ്മളെ മോചിപ്പിക്കുക എന്ന് പറയില്ലേ, ദ മദർ ഓഫ് ലിബറേഷൻ. അത് ഇമോഷണലി ആയാലും സ്പിരിച്വലി ആയാലും ഫിസിക്കലി ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒരു സഫറിങ് നിന്നിട്ട് നമ്മളെ ഫ്രീ ചെയ്യും അമ്മ. പിന്നെ എപ്പോഴും നമുക്കറിയാം ഗ്രീൻ എന്ന് പറഞ്ഞാൽ നേച്ചർ കൂടെയാണ്, ലൈഫ് ഫോഴ്സാണ്. ആ ഒരു പുതിയതായിട്ട് എടുക്കുക, ആ ഒരു ഗ്രീനറി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു നേച്ചറായിട്ട് കണക്ട് ചെയ്യുന്നതാണ് അല്ലേ? ഒരു മക്കൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഓടി വന്ന് ഒരമ്മ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്ന പോലെ എന്താ പറയുക, ഷീ ഈസ് റെഡി ടു ആക്ട്. പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുത്ത് പെട്ടെന്ന് തന്നെ മക്കളെ രക്ഷപ്പെടുത്തുക എന്ന് പറയില്ല. അതുകൊണ്ടൊരു ഇൻസ്റ്റൻറ്റ് ഹെൽപ്പ് അമ്മയുടെ അടുത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും, ഫാസ്റ്റായിട്ട് കാണാൻ പറ്റും. ഇനി അമ്മയുടെ ആ ഒരു രൂപം, ഫോട്ടോയിലൊക്കെ കാണുന്ന ആ ഒരു രൂപം കണ്ടു കഴിഞ്ഞാൽ ഒരു ലെഗ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ലൈക്ക് നമ്മുടെ ലൈഫിൽ ഇൻസ്റ്റൻ്റ്ലി അപ്പോൾ തന്നെ നമ്മുടെ ലൈഫിലേക്ക് ഇറങ്ങി വരാൻ തയ്യാറായിരിക്കുന്ന പോലെ അമ്മ ഇരിക്കുകയാണ്. പിന്നെ ലോട്ടസ് ഫ്ലവർ എന്താ, ഈവൻ എന്തൊക്കെ നമ്മുടെ ലൈഫിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതിലൊരു സമാധാനം കണ്ടെത്തുക, ഒരു പ്യൂരിറ്റി കണ്ടെത്തുക. പിന്നെ ആ ഒരു കൈൻ്റെ അഭയമുദ്രയാണെന്നുണ്ടെങ്കിലും ഫിയർലെസ്നെസ്, പ്രൊട്ടക്ഷൻ, ആ ഒരു പുഞ്ചിരിയാണെന്നുണ്ടെങ്കിലും അധികം ആരെയും ജഡ്ജ്മെൻ്റ് ഇല്ലാത്തൊരു കമ്പാഷൻ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്യുവറായിട്ടുള്ളൊരു സ്നേഹം എന്ന് പറയില്ലേ. മക്കളോടുള്ള ഒരു ജഡ്ജ്മെൻറ്റും കൂടെ, എൻ്റെ സ്വന്തം മകനാണ്, എൻ്റെ സ്വന്തം മകളാണ്, അത് എൻ്റെ മക്കളാണ്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ യൂണിവേഴ്സിൻ്റെ മക്കളാണ് അല്ലേ? അപ്പോൾ അതാണ് ഗ്രീൻ താരാമ. ഇനി എന്താണ് ഗ്രീൻ താരാമ നമ്മളെ സഹായിക്കുന്നത്? ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പേടികൾ, ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, നെഗറ്റീവ് എനർജീസിനുള്ള പ്രൊട്ടക്ഷൻ, എന്തെങ്കിലും ഹാർട്ട് ബ്രേക്ക്, ഇമോഷണൽ പെയിൻസ് ഒക്കെ ഉണ്ട്, ഭയങ്കര സങ്കടങ്ങൾ, ഒബ്സ്റ്റക്കിൾസ്, ലൈഫിലുള്ള ഒബ്സ്റ്റക്കിൾസ് മാറാൻ, അതുപോലെ നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് സ്പീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടുതൽ ലൈഫിൽ പോസിറ്റീവ് ചേഞ്ചസ് ഒക്കെ വരാൻ വേണ്ടിയിട്ടുമാണ്. നമ്മുടെ ജീവിതത്തിൽ 8 ഗ്രേറ്റ് ഫിയർ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പേടികളുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മരണമായിരിക്കാം, ഈഗോ ആയിരിക്കാം, ജലസി ആയിരിക്കാം, അറ്റാച്ച്മെൻറ്റ്, പേടികൾ, ദേഷ്യം, ആ ഒരു ഇഗ്നോറൻസ്, ഗ്രീഡ്, ഡൗട്ട്, അങ്ങനെയുള്ള 8 ഗ്രേറ്റ് ഫിയേഴ്സിൽ നിന്ന് നമ്മളെ സേവ് ചെയ്യുന്നതാണ് അമ്മയുടെ ഒരു ശക്തി, എസ്പെഷ്യലി അറിയപ്പെടുന്നത്. ഇനി അമ്മയുടെ നമുക്ക് എല്ലാവർക്കും നമുക്ക് ചൊല്ലാം. ഇനി ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ എന്നും കേൾക്കാൻ പറ്റുന്ന ഒരു നാമമാണ്, ഇതാണ് അമ്മയുടെ നാമം. ഓം താരേ തൂ താരേ തൂരേ സോഹ. ഓം താരേ തൂ താരേ തൂരേ സോഹ. സ്വാഹ എന്ന് പറയുന്നവരുണ്ട്, സോഹ എന്നാണ്. ഇതുപോലെ റെഡ് താരാമനെ കുറിച്ചിട്ടുണ്ട്, അത് ഞാൻ എൻ്റെ മെയിൻ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനലിൻ്റെ ബയോയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഓം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഒരു ശബ്ദമാണ്. ഓം യൂണിവേഴ്സൽ ഡിവൈൻ വൈബ്രേഷനാണ്. താരെ ആരാണ്? ആ സഫറിങ് റിമൂവ് ചെയ്യുന്നവർ. തൂ താരെ പേടികൾ റിമൂവ് ചെയ്യുന്നത്. തൂരെ
എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്ക് ആ ലിബറേഷൻ, നമുക്ക് ആ ഒരു മോക്ഷവും ആ ഒരു സക്സസ്സും തരുന്നത്, നമ്മൾ അതിൽ നിന്നൊക്കെ മോചിപ്പിച്ച് നമുക്ക് അതിൽ നിന്നൊരു സക്സസ് തരുന്നത്. സോഹ, സറണ്ടർ ചെയ്ത് നമ്മൾ മാനിഫെസ്റ്റ്, ലെറ്റ് ഇറ്റ് മാനിഫെസ്റ്റ്. നമ്മൾ ആ സറണ്ടർ ചെയ്യുക, കംപ്ലീറ്റ് നമ്മൾ അമ്മയുടെയിലേക്ക് സറണ്ടർ ചെയ്യുക. സോ ഇത് കുറേ മന്ത്രാസിനേക്കാൾ കൂടുതൽ ഫാസ്റ്റായിട്ട് ആക്റ്റീവ്, പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രമാണ് ഓം താരേ തൂ രേ സോഹ. പിന്നെ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എത്ര തവണ ചൊല്ലണം, എപ്പോൾ ചൊല്ലണം എന്നൊക്കെ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഒരു കൗണ്ടും വെക്കാം. നമ്മുടെ ശ്രദ്ധ മൊത്തം കൗണ്ടിങ്ങിലായിരിക്കും പോവുക. അതേസമയം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കംപ്ലീറ്റ് മനസ്സറിഞ്ഞിരുന്ന് ജസ്റ്റ് കേട്ടാൽ മതി. അതിന് ഇന്ന സമയം എന്നൊന്നുമില്ല. നമുക്ക് എപ്പോഴാണോ മനസ്സറിഞ്ഞ് അമ്മേനെ വിളിക്കാൻ തോന്നുന്നത് അതിന് നേരവും കാലവും ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ശരിയാണ്, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ഞാൻ പറയുമ്പോൾ ഇപ്പോഴും പറയുകയാണ്, ദൈവത്തിനെ പ്രാർത്ഥിക്കാനും പേടിക്കണ്ട. പേടിച്ച് പ്രാർത്ഥിക്കുന്നതിൽ നമ്മൾ അമ്മേനെ വിളിക്കാൻ പേടിക്കാറുണ്ടോ? നമ്മൾ അച്ഛന്മാരെ വിളിക്കാൻ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മമാരെ വിളിച്ച് സംസാരിക്കാൻ നമ്മൾ പേടിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ആ ഒരു സ്നേഹത്തിലും നമ്മൾ ആ ഒരു അത്രയും അമ്മേനെ വിളിക്കുന്ന പോലെ നമ്മൾ ഏത് നേരവും നമുക്ക് അമ്മേനോട് പ്രാർത്ഥിക്കാം, മനസ്സിൽ പ്രാർത്ഥിക്കാം. ഇനിയിപ്പോൾ നോൺ വെജിൻ്റെ കഴിച്ചിട്ടുള്ള ടൈമുകളാണ്, അല്ല നിങ്ങൾക്ക് അതൊക്കെ പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ചെയ്യണ്ട. അപ്പം ഞാനും പറയില്ല ഒരിക്കലും നോൺ വെജ് കഴിച്ചെന്ന് ചാൻറ്റ് ചെയ്യണ്ട. പക്ഷേ കേൾക്കുന്നതിലും മനസ്സിൽ ജപിക്കുന്നതിനും നേരമില്ല, കാലല്ല, റൂൾസില്ല, റെസ്ട്രിക്ഷൻസും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് മിനിമം ഡെയിലി ഇപ്പോൾ ഞാൻ പറഞ്ഞു, എപ്പം നിർത്തണം തോന്നും അപ്പം നിർത്താം, അല്ലെങ്കിൽ 108 തവണ കേൾക്കാം, അല്ലെങ്കിൽ 21 വട്ടം കേൾക്കാം, അല്ലെങ്കിൽ 11 തവണ മിനിമം അങ്ങനെ ചെയ്യാം. എഴുതുന്നവർക്ക് എഴുതാം. ഒരു പച്ച പേന കൊണ്ടൊക്കെ നമുക്ക് ഓം താരേ തൂ രേ സോഹ എന്ന് എഴുതാം. ഇല്ലെങ്കിൽ നമ്മളിത് ചൊല്ലുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റിലും ഒരു ഗ്രീൻ ലൈറ്റ് എനർജി വന്ന് നമ്മളെ സറൗണ്ട് ചെയ്യുന്നതായിട്ട് കാണാം. നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ താരമ്മ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതാണ്. ആൻഡ് വളരെയധികം ഒരു കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ദേവിയാണ് ഗ്രീൻ താരമ്മ. അപ്പോൾ എല്ലാവരും ഒരു അമ്മയെ പോലെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏതൊരു സിറ്റുവേഷനിലും ഒരു പെട്ടെന്ന് സ്റ്റക്കായി കിടക്കുന്ന ഒരു സമയത്തൊക്കെ അമ്മേനെ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. പിന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ തോന്നുകയാണ്, എനിക്ക് അമ്മയായിട്ട് പ്രാർത്ഥിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാം. ഷീ വിൽ ഹെൽപ്പ് യു. ഓക്കെ. അപ്പോൾ ചാൻറ്റിങ്ങിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്കതൊക്കെ കേൾക്കാം കേട്ടോ. ജയമാതാര. എല്ലാവരും ഗ്രീൻ താരമ്മ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.